ഒരുവൻ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതേപടി സംഭവിക്കുമെന്ന് ക്രിസ്തുദേവൻ ഒരിക്കൽ തൻ്റെ അനുയായികളോട് പറയുകയുണ്ടായി. ഈ വാക്യത്തെ ആധാരമാക്കി ഒരു പ്രസംഗകൻ വാചാലമായി പ്രസംഗിക്കുന്ന കേൾക്കാനിടയായ സ്ത്രീ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. തൻ്റെ വീടിൻ്റെ മുന്നിലുള്ള മല അറേബ്യൻ കടലിലേക്ക് നീങ്ങിപ്പോണമെന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഈ മലയൊന്ന് നീക്കിത്തരണമേ എന്ന്. അതിരാവിലെ കണ്ണ് തിരുമ്മി തുറന്ന് അവരവരുടെ വീടിൻ്റെ മുന്നിലേക്ക് നോക്കും. ആ മല നീങ്ങി കടലിലേക്ക് പോയോ എന്നറിയാം. പക്ഷേ ആ മലയ്ക്ക് യാതൊരു ചലനവും സംഭവിച്ചില്ല. അങ്ങനെ അവർ 30 ദിവസം പ്രാർത്ഥിച്ചു. കിടക്കയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി കിഴക്കോട്ട് നോക്കി. പക്ഷേ ആ മലയ്ക്ക് യാതൊരു ചലനവും സംഭവിച്ചിരുന്നില്ല. അതിൻ്റെ മറവിൽ നിന്നും സൂര്യൻ തല ഉയർത്തി അവരെ നോക്കി പുഞ്ചിരി തൂക്കി. സൂര്യൻ അവരെ പരിഹസിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാണ് ഈ മല നീങ്ങിപ്പോവില്ല എന്ന് ആ സ്ത്രീ സ്വയം പറഞ്ഞു. ഈ കഥ കേൾക്കുന്ന സമയത്ത് ക്രിസ്തുദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പ്രാർത്ഥിച്ച ആ സ്ത്രീയുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ച് ഓർത്ത് നമ്മളെല്ലാവരും സഹതപിക്കും. പക്ഷേ നമ്മളെല്ലാവരും മറന്നു പോകുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ള സത്യമാണ്. എന്താണ് ഈ കഥയുടെ സാരാംശം? നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.